ഹലോ ഫ്രണ്ട്സ്, ഇത് ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു ലഞ്ച് മെനു ആണ് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ കുറച്ച് പരിപ്പ് ഞാനിങ്ങനെ വെള്ളത്തിലിങ്ങനെ കുതിർത്താൻ ഇട്ടിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ, ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് പപ്പായ കട്ട് ചെയ്തെടുത്തപ്പോൾ അതിങ്ങനെ ഒരു യെല്ലോയിഷ് കളർ, കാരണം മധുരമൊന്നും വെച്ചിട്ടില്ല, കളറ് മാത്രമേ കാര്യമായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആ ഒരു ഓറഞ്ച് ഭാഗത്ത് ചെറിയൊരു മധുരമുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ ഈ ഒരു ഏരിയയിലുണ്ടല്ലോ ചെറിയൊരു മധുരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഞാൻ കഴിച്ചിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ബാക്കിയുള്ള പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മത്തങ്ങയ്ക്ക് ചെറിയൊരു മധുരമാണല്ലോ. അപ്പോൾ എരിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കറിക്ക് നല്ല ഡിമാൻഡായിരുന്നു. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരുപാട് സൈഡൊന്നും വേണ്ട. ഒരു നല്ല മാങ്ങ അച്ചാറോ എന്തെങ്കിലും ഒരു പീസ് ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾ മറക്കാതെ തന്നെ. അപ്പോൾ പപ്പായ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പപ്പായയുടെ കളർ ഇങ്ങനെ കാണുമ്പോൾ ഓർക്കും നന്നായിട്ട് പഴുത്ത് പോയിട്ടുണ്ടെന്ന്. പക്ഷെ പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ. ആ മുകൾ ഭാഗം മാത്രം ചെറിയൊരു സ്വീറ്റ്നെസ് ഉള്ളൂ. അത് കുക്കറിലേക്ക് ഞാനേ പരിപ്പ് താഴ്ഭാഗത്ത് ഇടണം കേട്ടോ, എന്നാലാണ് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഒരു 2 വിസിലിലൊക്കെ പരിപ്പ് കുതിർന്ന് വന്നതുകൊണ്ട് വെന്ത് കിട്ടും. അത് ഞാൻ തിളക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ പഴുത്ത മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒരിത്തിരി, അപ്പോൾ അതിൻ്റെ ഒരു സൈഡായിട്ടൊരു കറി വെക്കാമെന്ന് കരുതിയിട്ട് പഴമാങ്ങ ഇതുപോലെ സ്കിന്നോടുകൂടി കട്ട് ചെയ്തിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പരിപ്പും പപ്പായയും കൂടി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി, പച്ചമുളക്, തേങ്ങ, ചെറിയ ജീരകം, ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അധികം അരഞ്ഞു പോകാതെ അരച്ചെടുക്കാം. ഒരു തരിയായിട്ട് അരച്ചെടുക്കാം. അതുപോലെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് കുറച്ച് ലാവിഷായിട്ട് തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുക്കറിലുള്ള വെജിറ്റബിൾസ് പരിപ്പും പപ്പായയും വെന്ത് വന്നപ്പോൾ ഞാനിതുപോലെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഒന്നുകൂടി ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറ് കഴുകി ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഈ ഒരു ടെക്സ്ചറിൽ കഴിക്കാനായിട്ടാണ് നല്ല ടേസ്റ്റ്. ഉപ്പ് കറക്റ്റാണോ നോക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു മധുരം ഉള്ളൊരു കറി ആയതുകൊണ്ട് തന്നെ ഇത്തിരി ഉപ്പ് വേണം. എന്ന് വെച്ച് കറി അങ്ങനെ ഒരു മധുരക്കറി ഒന്നും അല്ല കേട്ടോ. പിന്നെ ആ ചെറിയൊരു ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചെറിയൊരു മധുരത്തോടു കൂടി ആവശ്യത്തിന് ഉപ്പും പപ്പായയുടെ ടേസ്റ്റും പരിപ്പിൻ്റെ ടേസ്റ്റൊക്കെ കൂടി ചേർന്ന് വരുന്ന നല്ല കറിയാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ഗ്യാസിൽ നിന്ന് മാറ്റി. അപ്പോൾ മൺചട്ടിയുടെ പ്രത്യേകത അങ്ങനെയാണല്ലോ, നമ്മൾ ഗ്യാസിൽ നിന്ന് മാറ്റിയാലും അതിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പരിപ്പ് ചേർത്തുണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ തിളച്ച് പോയെന്ന് കരുതി അങ്ങനെ പിരിഞ്ഞൊന്നും പോകില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കടുക്, അതുപോലെ കുറച്ച് തേങ്ങ അതുപോലെ വറുത്തിട്ട് എരിശ്ശേരിക്ക് ഇടണ പോലെ കളറ് നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ തേങ്ങയുടെ. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോഴേക്കും കളറ് നന്നായിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഇനി അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകിന് പകരമായിട്ട് ചതച്ച മുളകുണ്ടല്ലോ, ക്രഷ്ഡ് ചില്ലി ചേർത്ത് അത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. വറ്റൽമുളക് താളിച്ചിടുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിരിക്കും, നല്ലൊരു ഫ്ലേവറും കിട്ടും കറിക്ക്. ഇനി അതൊന്ന് എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വരട്ടെ. കുറച്ചുകൂടി വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ താളിക്കുമ്പോഴേ. ഇനി ഇത് ചൂടോടുകൂടി തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ കിച്ചണിൽ നല്ല സ്മെല്ല, തേങ്ങ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്ന സ്മെല്ലും ഇതുപോലെ ഈ ചില്ലി ഫ്ലേക്സ് വെളിച്ചെണ്ണയിൽ കിടന്ന് മൊരിയുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ലാണല്ലോ. താളിച്ച് ഉടനെ തന്നെ നമ്മളൊന്ന് അടച്ച് വയ്ക്കാം. ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. മിക്കവാറും പലരും ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. എങ്കിലും ഈ ഒരു റെസിപ്പി ചെയ്യാത്തവരും അറിയാത്തവരൊക്കെ ഇതുപോലെ, ഇനി പപ്പായ പഴുത്ത് പോയെന്ന് കരുതി
മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഇതുപോലെ നമുക്ക് കറി ചെയ്തെടുക്കാം. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കറികളുടെയൊക്കെ ജോലി നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ പഴമാങ്ങ വേവിക്കാൻ വെച്ചതിൻ്റെ ഗ്യാസ് ഞാൻ ഓഫാക്കി വെച്ചിരുന്നു. ഇനി അത് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് മാങ്ങ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതിങ്ങനെ വെന്തലിഞ്ഞു പോകുന്ന ഒരു മാങ്ങ അല്ല, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ കറിക്ക് അരച്ച മിക്സിയുടെ ജാറിൽ മിക്സി കഴുകിയ ആ ഒരു അരപ്പ് വെള്ളത്തിലേക്ക് തന്നെ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക. ഹോം മെയ്ഡ് തൈരായതുകൊണ്ട് അധികം പുളിയില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കറിവേപ്പിലയും പിന്നെ 2-3 പച്ചമുളക് ഇതേപോലെ ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരിത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതിലേക്ക് തേങ്ങ ഒന്നും ചേർക്കണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. വെറുതെ മോര് മാത്രം നമ്മൾ ഇതുപോലെ മിക്സിയിൽ അടിച്ചിട്ട് ഇതുപോലെ കറികളിൽ ചേർക്കുന്ന സമയത്ത് തിളച്ച് വരുമ്പോൾ, ചൂടായി വരുമ്പോൾ തന്നെ കറി പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ ഒരു കഴിക്കാനും കാണാനൊക്കെ നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടം തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നമ്മൾ ഇതുപോലെ അരച്ച് ഈ അരപ്പ് ചേർത്തിട്ട് തിളച്ച് വന്നാലും കറി പിരിഞ്ഞൊന്നും പോകില്ല കേട്ടോ. ഇനി മാങ്ങയുടെ പീസ് ഇതുപോലെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുക. കാരണം അതിൻ്റെ ആ പൾപ്പ് ഈ കറിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നാലാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വേണമെങ്കിൽ സ്കിന്ന് മാറ്റിയെടുത്തിട്ട് മാങ്ങ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ സ്കിന്നൊന്നും മാറ്റിയില്ല, കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി കുത്തി ഉടച്ചു കൊടുത്തപ്പോൾ തന്നെ അതെല്ലാം ഇതിലേക്ക് അങ്ങോട്ട് ചേർന്നിരുന്നു. പിന്നെ മധുരക്കറി ആകുമ്പോൾ ഒരിത്തിരി ഉപ്പ് ഇങ്ങനെ കൂടി നിൽക്കണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവ് വന്നപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തിളച്ച് റെഡിയായി വന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ പുളി കുറച്ച് കുറവാണ്. ഈ തണുപ്പ് സീസണൊക്കെ ആകുമ്പോൾ നമ്മൾ തൈര് ഒഴിച്ച് വയ്ക്കുമ്പോൾ പുളിച്ച് വരാനായിട്ട് കുറച്ച് താമസമാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈരിന് ഇത്തിരി പുളി കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. തിളച്ച് വന്നപ്പോൾ ഞാൻ ഗ്യാസിൽ നിന്ന് മാറ്റി. ഇനി താളിച്ചിടാൻ വേണ്ടിയിട്ട് ഉലുവ, കടുക്, മുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് വറ്റൽമുളകും എല്ലാം ചേർത്ത് താളിച്ചൊഴിക്കാം. ഇതും നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ചോറിന് കഴിക്കാൻ പറ്റുന്ന, ഇപ്പോൾ 2-3 കറികൾ ഒന്നിച്ചൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ അങ്ങനെ 1-2 കറികൾ ഒന്നിച്ച് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം കാണിച്ച കറിയാണെങ്കിലും ഈ കറിയാണെങ്കിലൊക്കെ ഒരു പപ്പടം അല്ലെങ്കിൽ ഒരു പിക്കിള് ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല കറികളാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പുളിശ്ശേരി ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ഈ കറിക്ക്. പുളിശ്ശേരി മാമ്പഴം പുളിശ്ശേരി വയ്ക്കുന്ന പോലെയല്ല, അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇനി അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഉണക്കച്ചെമ്മീൻ കുറച്ച് ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. വെറുതെ പാനിലിട്ടിട്ട് ഇങ്ങനെ ചിക്കി ഇടുമ്പോഴേക്കും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. ഇനി ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് തേങ്ങ, ചെറിയ ഉള്ളി, ചെറിയ പീസ് ഇഞ്ചി, കറിവേപ്പില. ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി കയ്യിലില്ലെങ്കിൽ ഇതുപോലെ സവാള കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി പച്ചമാങ്ങയുടെ കുറച്ച് പീസ് ചേർത്തിട്ടുണ്ട്, ചതച്ച മുളക് ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഒരു കറിക്ക് നമുക്ക് ചുമന്ന മുളകാണ് കറിക്കല്ല സോറി, ഈ ഒരു ചമ്മന്തിക്ക് നമുക്ക് ചുമന്ന മുളക് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, പക്ഷേ ഈ ചില്ലി ഫ്ലേക്സ് വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇത്തിരി വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. ഒന്നുകൂടി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണിച്ച 3 റെസിപ്പീസും നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു വ്യത്യാസങ്ങളിലൊക്കെ ചെയ്യുന്ന കറിയാണ്. പപ്പായ അതുപോലെ കറി വയ്ക്കാത്തവർ കറി വെച്ച് നോക്കുക. അതുപോലെ ചെമ്മീൻ ചമ്മന്തിയും പുളിശ്ശേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പുളിശ്ശേരി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴമാങ്ങ കറി. ഇത്
ഗാർഡൻ ഫ്രഷായിട്ടുള്ള വെള്ളരിക്കയാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് കണ്ടോ, അത് ഇപ്പോൾ ഞാൻ പുറത്ത് പോയി എടുത്ത് ഇവിടെ നിന്ന് വെച്ചതാണ്. അപ്പോൾ കുട്ടികളൊക്കെ കാണിച്ച് എല്ലാവർക്കും അതിൻ്റെ ഷേപ്പ് കണ്ടിട്ടേ ഭയങ്കര ഇഷ്ടം തോന്നി അങ്ങനെ കണ്ട് വെച്ചതാണ്. അപ്പോൾ അതിന് ശേഷം കയ്യിൽ ഒരു ചക്ക കിട്ടിയിരുന്നു. അപ്പോൾ അത് ജോലികളൊക്കെ കഴിഞ്ഞാലല്ലേ നമുക്കതൊന്ന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ചെറിയ ചക്കയാണ് അത്. ഇങ്ങനെ മുറിച്ചപ്പോൾ ചക്ക മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചിങ്ങനെ 2-3 പീസെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നുമല്ലോ. പക്ഷേ ഇതിൻ്റെ ഒരു സൈഡ് കണ്ടോ, ഈ 2 സൈഡും ചെറിയതായിട്ടൊരു ഡാമേജ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ലതുണ്ടോയെന്ന് നോക്കാം. അങ്ങനെ ചതവ് വന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് അങ്ങോട്ട് പോയിട്ടുണ്ട്. 2ൻ്റെയും ഓരോ സൈഡ് ഇത്തിരി കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ചക്ക ഫ്രഷ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അങ്ങനെ വെറുതെ കഴിക്കുന്നതിലും മഴക്കാലമൊക്കെ ആകുമ്പോൾ അത് വേവിച്ച് കഴിക്കുന്നതിനായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. എങ്കിലും ചക്കയോടുള്ള ഇഷ്ടം കൊണ്ട് നല്ല കുറച്ച് ചക്കച്ചുളയൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടോ. ബാക്കിയുള്ളത് ഇതുപോലെ ഉലിഞ്ഞെടുത്തിട്ട് വേവിക്കാമെന്ന് കരുതി പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അട ചെയ്യാമെന്ന് പറഞ്ഞ് ഇടന്നല എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇവിടെ ഒരു ബായി വന്നിട്ട് ഈ ഇടന്നല കട്ട് ചെയ്ത് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണത് മസാല പൊടിയിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഒരു 6 മാസം 7 മാസമൊക്കെ കൂടുമ്പോൾ വന്ന് ഇടന്നലയുടെ കമ്പുകളൊക്കെ ഇലകളെല്ലാം വെട്ടിക്കൊണ്ട് പോകാറുണ്ട്. പ്രാവശ്യം മഴയായിട്ടാണെന്ന് തോന്നുന്നുണ്ട് വന്നിട്ടില്ല. എന്നാലും അത്ര നല്ല ഇലകളൊന്നും അല്ല ഇങ്ങനെ. എന്നാലും ഇപ്പോൾ നമുക്ക് കുറച്ച് മതിയല്ലോ. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് വന്നു. ചക്ക ഞാൻ എല്ലാ കുരുവൊക്കെ മാറ്റി ഇതേപോലെ ഇപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആക്കരുത്. അതിന് ശേഷം ഇതുപോലെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചക്കയുടെ ചെറിയ ചെറിയ പീസ് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് പേസ്റ്റ് ആക്കണ്ട. 2-3 2 പൾസൊക്കെ കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു നുള്ളു ഉപ്പും ഏലക്കാപ്പൊടിയും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെക്കാം. ചക്ക പെട്ടെന്ന് തന്നെ അടിപിടിക്കുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഗ്യാസിൽ ശർക്കരപ്പാനി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് പാനിയാക്കാൻ വേണ്ടിയിട്ട് അതും വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഉപ്പും ഏലക്കാപ്പൊടിയും നെയ്യും കൂടി ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അമൃതം പൊടിയാണ് കേട്ടോ. അമൃതം പൊടി അങ്ങനെ പ്രത്യേക ഒരു മെഷർമെൻറ്റൊന്നുമില്ല. നമ്മളതിൻ്റെ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചക്കയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഒരുപാട് ടൈറ്റായി പോകരുത് കേട്ടോ. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ലൂസി ടെക്സ്ചറിൽ ഇരിക്കണം. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. കുറച്ചുകൂടി പൊടി ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ശർക്കരപ്പാനി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചക്കയുടെ മധുരം നോക്കിയിട്ട് വേണം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ശർക്കരപ്പാനിയും കൂടി ചേർത്തപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ചും കൂടി ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിമൊക്കെ ഓഫാക്കാം കേട്ടോ. അത്ര മതി. അതിനുശേഷം ഞാൻ അടയെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്, പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്ന ഇടന്നല ഞാനിതുപോലെ തിളപ്പിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടും. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്റ്റീമർ വെച്ചിട്ട് അട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് ലാസ്റ്റ് ഞാൻ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു അട മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. കുട്ടികളൊന്നും അങ്ങനെ അധികം അട ഇഷ്ടപ്പെടുന്ന കുട്ടികളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഞാൻ ചെയ്യാറില്ല. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വന്ന് ഫ്രിഡ്ജിൽ വയ്ക്കണം. പിന്നെ അതൊക്കെ ചൂടാക്കി എടുക്കാനൊക്കെ ഭയങ്കര പാടല്ലേ. പക്ഷേ ഈ അട നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു.
എല്ലാവരും നന്നായിട്ട് കഴിച്ചു. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് കുറച്ച് വെക്കുക. അപ്പോൾ വൈകുന്നേരം കട്ടൻ ചായയും അടയും നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്യുന്നവരായിരിക്കും. അമൃതം പൊടി കൈ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വെറൈറ്റിക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്